കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദത്തിന്റെ ഗുളികയ്ക്കെതിരെ പരാതി. ഗുളിക കഴിച്ചപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് രോഗികൾ 24-നോട് പറഞ്ഞു. പരാതിക്ക് പിന്നാലെ ഗുളിക കൂടുതൽ പരിശോധനകൾക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചു. കഴിച്ച് എനിക്ക് പ്രഷർ കുറയുന്നില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും എന്താ ഈ പ്രഷർ കുറയാത്തതെന്ന്. നമ്മൾ ഉപ്പ് കുറയ്ക്കുന്നു, അച്ചാറ് തിന്നുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കണ്ടുപിടിച്ചപ്പോൾ ഈ ഗുളിക 2 ദിവസം കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ അസ്വസ്ഥത, എൻ്റെ ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്. തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തൊണ്ടയുടെ ബുദ്ധിമുട്ട്, ഈ കൈയുടെ വേദന, ഇതെല്ലാം ഇപ്പം ഇന്ന് 2 ദിവസം കൊണ്ട് എനിക്ക് നല്ലൊരു ഉന്മേഷമുണ്ട്. മുറിച്ച് നോക്കിയപ്പോൾ ഇത് റബ്ബർ പോലെ ഇരിക്കുന്നു. മണവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല. മുറിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ ഭയങ്കര പാടാ. കണ്ടോ ഇങ്ങനാണോ ഗുളിയെ? എന്ത് ചെയ്യാൻ പറ്റും? അവർ വലിയ വിലപ്പെട്ടവർ തരുമ്പോൾ നമ്മളിത് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകുതി മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പകുതിയാക്കാൻ വേണ്ടി അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. അന്നേരം തന്നെ നമ്മൾ ഹെൽത്ത് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ മെഡിസിൻ നോക്കിയിട്ട് ഡോക്ടർ സ്റ്റോറിലേക്ക് വന്നിട്ട് അന്നേരം തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അറിയിക്കേണ്ട അധികാരികളെ വിളിച്ചു വരുത്തി നമ്മൾ ഹെൽത്ത് സെൻ്ററിൽ നിന്നൊക്കെ ആൾക്കാർ വന്നത് ചെക്ക് ചെയ്ത് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ അതിലേക്ക് ഇട്ടൊക്കെ നോക്കി. സംഭവം അന്നേരം ഒന്നും അലിയുന്നുമില്ല. സാധാ ഗുളിയുടെ ഒരു ഇതേ അല്ല. ഇവിടെ അന്നേരം എല്ലാവരും പറഞ്ഞ് മള്ളിക്കാവിൽ നിന്ന് ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടുമെന്ന് 1 മാസമായപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിക്കാൻ തുടങ്ങിയതാണ്. ചില ദിവസം കഴിക്കുമ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇട കൊണ്ടാണെന്ന് തോന്നി ഈ മരുന്ന് കഴിച്ചിട്ട് ചീർക്കുന്നു ഞാൻ. അങ്ങനെ ചില ദിവസം കഴിക്കാൻ ഇക്ക വഴക്ക് പറയും. ഗുളിക കഴിച്ച് കഴിയുമ്പോൾ ഇക്കാക്കറിയാം പെട്ടെന്നൊരു തളർച്ച പോലെ ഒന്ന് ഓടിപ്പോയി ഞാൻ കിടക്കും. ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് നമുക്കിത് ബോധ്യമായത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വാപ്പായ്ക്ക് വേണ്ടി വാങ്ങിയത് പരിശോധിച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലും പെട്ടത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം വള്ളിക്കാവ് ഹെൽത്ത് സെൻ്ററിൽ ചെല്ലുകയും ഡോക്ടറെ കാണുകയും അവിടെ പ്രധാന ഡോക്ടർ ഇല്ലായിരുന്നു, പകരക്കാരനായൊരു ഡോക്ടറായിരുന്നു. പുള്ളി പരിശോധിച്ച് പുള്ളി സ്റ്റോറിലും ഗുളിക പോയി പരിശോധിച്ചു. അപ്പോഴെല്ലാം ഈ ഗുളിക തന്നെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് ബോധ്യപ്പെട്ടു. തൽക്കാലം കഴിക്കേണ്ട, പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനും പറഞ്ഞു. അന്ന് മുതൽ മെഡിസിൻ വിതരണം നിർത്തിവെക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഗുളികയുടെ വിതരണം നിർത്തിയെന്നാണ് ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ 24-നോട് പറഞ്ഞത്. നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മളെ വിളിക്കുകയും ഗുളിക ഫ്ലെക്സിബിൾ ആണെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഞാനും സെക്രട്ടറിയും വൈസ് പ്രസിഡൻറ്റും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 3-4 മെമ്പർമാരും ഞങ്ങൾ പഞ്ചായത്തിലുണ്ടായിരുന്നു. ആ വീട്ടിലെത്തുകയും ഗുളിക കാണുകയും അത് അവർ പറഞ്ഞത് ശരിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ ഈ KMSCL നിന്നാണ് മരുന്ന് വാങ്ങുന്നത്. അതിൻ്റെ മാനേജറെ വിളിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും ആ മരുന്ന് നിർത്തിവെക്കാൻ ഡോക്ടറോട് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ PHC വന്ന് ഈ മരുന്ന് കൊടുക്കണ്ടെന്ന് നിർദ്ദേശം കൊടുക്കുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ മരുന്ന് വിതരണം ചെയ്തിട്ടുണ്ടോ ആ വിതരണം ചെയ്ത ആളുകൾക്ക് മുഴുവൻ അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ മരുന്ന് നിർത്തിവെക്കാനെന്നാണ് പറഞ്ഞത്. ഈ ബാച്ചിൽ 30,000 ഗുളിക നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാവാം, അത് അവരാണ് കണ്ടെത്തേണ്ടത്. അരുൺരാജ് വിശദാംശങ്ങളുമായി. അരുൺരാജ്, ഗുരുതരമായൊരു പരാതിയാണിത്. ഒരാളല്ല, ഒട്ടേറെ പേർക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഒട്ടേറെ പേർ ഈ ഗുളികയുമായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗുളികയുടെ വിതരണം നിർത്തി എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷേ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിലൊരു വിശദീകരണം വരേണ്ടതുണ്ട്. അതിൽ വിദഗ്ധ പരിശോധനയ്ക്കൊക്കെ തയ്യാറാകുമോ അധികൃതർ? അനുജ, ആശ്വാസം നൽകുന്നത് വള്ളിക്കീഴ് മാത്രമാണ്, വള്ളിക്കാവ് മാത്രമാണ്. കാരണം ഈ ക്ലാപ്പന അടക്കമുള്ള പ്രദേശത്ത് മാത്രമാണ് ഈ പ്രശ്നം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും ഈ ഗുളികയുടെ സ്വഭാവം, ഈ ഗുളികയുടെ പ്രശ്നം അറിയാതെ കഴിക്കുന്നവർ സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി അടക്കം ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഇതിൽ സംശയം തോന്നിയത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ക്ലാപ്പന വള്ളിക്കാവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഗുളിക വാങ്ങിക്കൊണ്ട് പോയവർ ഇത് മുറിച്ച് കഴിക്കാൻ ശ്രമിച്ചു. 50 ഗ്രാമാണ് ഈ ഗുളികയുടെ കണ്ടന്റ്. അത് 25 ഗ്രാമാക്കി കഴിക്കാൻ ഡോക്ടർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് റബ്ബറിന്റെ സ്വഭാവത്തിൽ ഈ ഗുളിക മാറുന്നത് കണ്ടത്. ഈ റബ്ബറിന്റെ ഗുളികയുടെ രൂപത്തിൽ ആണെങ്കിൽ പോലും ഇത് മണപ്പിക്കുമ്പോൾ പോലും റബ്ബറിന്റെ അതിരൂക്ഷമായ ഗന്ധം ഈ ഗുളികയ്ക്കുള്ളിലുണ്ട്. നമ്മളത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഒടുവിൽ നാട്ടുകാർ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഈ വിവരം പറഞ്ഞതിനെ തുടർന്ന് വള്ളിക്കാവിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ 30,000 വരുന്ന ഗുളികകളുടെ പ്രവർത്തനം മാത്രമാണ്, ആ വിതരണം മാത്രമാണ് നിർത്തിവെച്ചിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇതേ ഗുളിക ഇപ്പോഴും വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിഷയം ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള തീരുമാനം
തീരുമാനമാണ് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ കൂടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ഗുളിക കഴിച്ചപ്പോൾ ഉണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഈ രോഗികൾ വിവരിക്കുന്നുണ്ടായിരുന്നു. കടുത്തമായ ശാരീരിക വേദന, അതുപോലെ തന്നെ ഉറക്കം, അത് മന്ദതയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് രോഗികൾ പലരും പങ്കുവെച്ചത്. ഒരുപക്ഷെ ഇത് പലരുടെയും ജീവന് പോലും ഹാനിയാക്കാവുന്ന രീതിയിലേക്കുള്ള സാധ്യതകളിലേക്ക് പോയിരുന്നു. ഒരുപക്ഷെ ഇത് ചിലർ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ രൂക്ഷമാവുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഈ വള്ളിക്കാവിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്യുന്ന ഗുളികയുടെ പ്രവർത്തനം, അത് വിതരണം മാത്രമാണ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും ഈ ഗുളിക വിതരണം ചെയ്യുകയും ആ രോഗികൾ കഴിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതാണ് അടിയന്തരമായി തന്നെ ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.